എൻ്റെ വൈഫ് പറഞ്ഞു, മനോജ് കെ ജയനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കിക്കൂടാ? അപ്പം ഞാൻ പറഞ്ഞു നോക്കാം, കാരണം ഇപ്പം എനിക്ക് അങ്ങനെ അറിഞ്ഞൂടില്ല. അപ്പം സന്തോഷം പറഞ്ഞു കൊള്ളാം ചേച്ചി എന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് ഈ പടം നടക്കണം, അതാണല്ലോ എൻ്റെ മെയിൻ കാര്യം. അപ്പം അങ്ങനെ ക്യാരക്ടേഴ്സ് നോക്കിയപ്പം ഇപ്പം നമ്മുടെ കുട്ടൻ തമ്പുരാൻ അതുപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് ചെയ്തൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഹി ക്യാൻ ഡു, ഹി വിൽ ഡു എന്നുള്ള നിഗമനത്തിൽ നമ്മളെത്തി. അങ്ങനെയാണ് വിളിച്ച് പറയുന്നത്. വിളിച്ച് പറഞ്ഞ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞപ്പോൾ അയ്യോ ഞാനോ ഇതോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ എൻറ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലോട്ട് കടക്കുകയാണ്. എല്ലാവരും, തിലകൻ ചേട്ടൻ അതുപോലുള്ള എല്ലാ ആക്ടേഴ്സും അതിനകത്തോട്ട് മണിയമ്പള രാജു തൊട്ട് എല്ലാവരും അങ്ങോട്ട് മാറുകയാണ്. അപ്പം അത് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ തീരുമാനം വളരെ കറക്റ്റായിരുന്നു, സത്യസന്ധമായിട്ടുള്ള തീരുമാനമായിരുന്നു. കാരണം യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നാണ് ഞാൻ മനോജിൻ്റെ അർപ്പണ മനോഭാവം ഞാൻ കാണുന്നത്. കാരണം ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി എത്ര നേരമാണ് നമ്മുടെ ബട്ടൺ റഷീദ് ഈ പ്രോസ്തെറ്റിക് മേക്കപ്പ് ഒക്കെയാണ് ഭയങ്കര ചൂടെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ അകത്ത് പൊള്ളുന്ന ഫീൽ, തൊലി മുഴുവൻ പൊള്ളുന്ന ഫീൽ. അങ്ങനെയൊന്നും ഒരു ആക്ടറോ ആക്ട്രസോ, ആക്ടർ എസ്പെഷ്യലി ഒരു നടൻ അദ്ദേഹത്തിന്റെ മുഖം ചുളിക്കാൻ വേണ്ടി മറ്റേ ഹീറ്റർ എടുത്ത് വെച്ച് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കില്ല. അത് മുഖത്ത് മാത്രമല്ല കയ്യിലും മൊത്തം. കണ്ണുള്ളവർ കാണുക, കാതുള്ളവർ കേൾക്കുക. സ്ത്രീ പുരുഷ സമന്വയമായ ഞാൻ കാലങ്ങൾക്കും രൂപങ്ങൾക്കും ലിംഗങ്ങൾക്കും അതീതമായി നിലകൊള്ളുന്നു. ഹിജടകളുടെയും കോത്തികളുടെയും ഉത്ഭവത്തിന്റെ കാലഘട്ടം തിരിയുന്നത് വ്യർത്ഥമാണ്. കണ്ടില്ലേ? കാരണം ആ ലൊക്കേഷനും അതിനെടുത്തിരിക്കുന്ന സ്ട്രെയിന്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനായിരുന്നു ഇത്രയും വലിയൊരു വടി തന്നത്? അതൊരു സിംബോളിക് വടിയാ, അത് അവിടെ കണ്ട് കിടന്നൊരു വടിയാ. അതെ, ഡയറക്ടർ ഓരോ ചിന്തകളാണ്. അതെ, ഈ വടിയും കൂടെ കൊടുത്തിട്ട്, കാരണം തീരെ പ്രായം കഴിയുമ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടല്ലോ, അതാരും കാണിച്ചിട്ടില്ല. ഇല്ല, ഈ ട്രാൻസ്ജെൻഡർ ഇങ്ങനെ ചെറുപ്പത്തിൽ മാത്രം ഇങ്ങനെ നടക്കുന്ന സുന്ദരികളായിട്ട് നടക്കുന്നതല്ല, അവർക്കൊരു ഏജ് വരുമ്പോഴത്തേക്കും അവർക്ക് വയ്യാണ്ടാവില്ലേ, നടക്കാനൊന്നും വയ്യ. അപ്പൊ ഒരു വടിയാവട്ടെ എന്നുള്ളതാണ്. അതൊരു പ്രത്യേക ഷേപ്പുള്ള വടി, അതും വലിയൊരു വടിയാണ്. ആ മണലിൽ കൂടെ തക്കല ചുട്ടുകൊണ്ട് പൊള്ളുന്ന മണലാണ് അതിൻ്റെ അകത്തൂടെ നടക്കുന്നത്. എനിക്കാണ് കാല് പൊള്ളിട്ട് നിൽക്കാൻ ചെരുപ്പിടാൻ വരിക, ചെരുപ്പിടാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ത്യാഗങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ത്യാഗങ്ങൾ. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും എടുത്തു വെക്കാവുന്ന, എൻ്റെ ഷോക്കേസിൽ എനിക്ക് എടുത്തു വെക്കാവുന്ന, ഇപ്പൊ സർഗോ അനന്തഭദ്രോ ഒക്കെ പോലെ തന്നെ എടുത്തു വെക്കാവുന്ന ഒരു ക്യാരക്ടറാണ് അർദ്ധനാരിയിലെ മഞ്ജുള. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഈ അർദ്ധനാരി എന്ന സിനിമയ്ക്ക് ബെസ്റ്റ് നടനുള്ള അവാർഡ് വന്നിട്ട് പിന്നെ അത് മാറി, അത് കളിയച്ഛനായി, പിന്നെ മാറി അർദ്ധനാരിക്കായി, പിന്നെ കളിയച്ഛനായി, പിന്നെ അർദ്ധനാരി, അങ്ങനെ ഒരു കളി അതിനകത്ത് അങ്ങോട്ട്. എന്തായാലും ഒരു ഒറ്റ കാര്യം പറയാം, അത് മനോജിന് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചിത്രം പഴശ്ശിരാജ ഈ പടത്തിൽ അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊരു വലിയ കഥയാട്ടോ. എന്നെ ആദ്യം കാസ്റ്റ് ചെയ്യുന്ന ഈ ക്യാരക്ടർ അല്ല, തലക്കൽ ചന്തു അല്ലായിരുന്നു, കൈതേരി അമ്പു എന്ന് പറയുന്ന കഥാപാത്രമാണ് സാർ എന്നോട് ഫോണിൽ പറയുന്നത്. അപ്പം അതിന് കുതിരസവാരിയൊക്കെ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്കറിയാവോ? ഇല്ല സാർ, ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ ചെന്നൈയിൽ. അപ്പം ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ താമസിക്കുന്ന സമയമാണ്, ആ റേസ് കോഴ്സിൽ കുതിരയും പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ, ഒരുപാടുണ്ട് നിങ്ങൾക്ക്, കുതിരപ്പുറത്ത് വരുന്നു ഇറങ്ങുന്നതും പോകുന്നതൊക്കെ ഉണ്ട്. ഞാനത് കുഴപ്പമാണല്ലോ, കുതിരപ്പുറമൊക്കെ ഒന്ന് കയറിയിട്ടുമില്ല, പണിയാ കുതിര എടുത്തോണ്ട് അങ്ങോട്ട് പോയാ പണിയെന്നാ ഭയങ്കര കുഴപ്പമാണ്. ചെന്നൈയിലെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു എന്ന് അറിഞ്ഞു, അടുത്ത ഷെഡ്യൂള് നമ്മുടെയൊക്കെ സീൻസാണ്, കണ്ണൂർ ഭാഗത്താണ്. ഓക്കെ, പ്രൊഡക്ഷൻ മാനേജർ വിളിച്ചു, ചേട്ടാ കുതിരസവാരി പഠിക്കുന്നുണ്ടല്ലേ? ഞാൻ മറ്റന്നാ തുടങ്ങുകയാണ്. എവിടെ? അപ്പോഴൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ തീരുമാനിച്ചു ഇനി തുടങ്ങാം, ഇനിയിപ്പോൾ ഹരൻ സാറല്ലേ അവിടെ ചെന്ന് കുതിര ഞാൻ നടത്തിക്കൊണ്ട് വന്നാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണി കുതിര പിടിച്ചോണ്ട് ചേട്ടാ സാറ് പുറത്ത് വരണമെന്നുണ്ടോ, കുതിര ഇങ്ങനെ നടത്തിക്കൊണ്ട്, അപ്പം അത് നടക്കില്ലെന്നറിയാം. അപ്പം അതുകൊണ്ട് പഠിക്കാൻ തീരുമാനം എടുത്തിരുന്നതിൻ്റെ പിറ്റേ ദിവസം പീറ്റർ ഞാറക്കില്ല പ്രൊഡക്ഷൻ മാനേജർ, മനോജ് സാറിനെ വിളിച്ചായിരുന്നോ? ഞാൻ ഇല്ല, എന്താ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ? ഒന്ന് വിളിക്കണം, നിങ്ങളുടെ ക്യാരക്ടർ ഒന്ന് മാറിയിട്ടുണ്ട്. കുതിരപ്പുറം പോയി ടീം കുതിര ഇതിലോ പോയി എൻ്റെ മനസ്സിൽ നിന്ന്. ഞാൻ ചെയ്ത് അത് സാറ് തന്നെ പറയും, നിങ്ങൾ വിളിക്കും. സാറിനെ വിളിച്ചു, നിങ്ങൾ ഈ കൈതേരിയമ്പൂ അല്ല കേട്ടോ,
അത് നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു നിങ്ങൾ തലക്കൽ ചന്തു ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ തലക്കൽ ചന്തു എന്താണ് സാർ? അത് ട്രൈബൽ ഒരു ഹീറോ ആണ് പുള്ളി. അന്നത്തെ ആ കാലത്തെ ട്രൈബലിൽ ഈ പഴശ്ശിരാജയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ പേര് ക്ഷേത്രം വരെ ഉണ്ട് വയനാട് സൈഡിൽ. അങ്ങനെയുള്ള ക്യാരക്ടറാണ്, ഭയങ്കര ചരിത്ര പുരുഷനാണ്. അത് ചെയ്താൽ മതി നിങ്ങൾ. നിങ്ങൾക്കൊരു ഹീറോയിൻ ഉണ്ടാവും, പാട്ടുണ്ടാവും. പത്മപ്രിയാണ് ഹീറോയിൻ. ഞാൻ നോക്കും അതിനേക്കാളും എല്ലാം കൊണ്ടും നല്ലതാണ്. അങ്ങനെയാണ് ഈ തലക്കൽ ചന്തുവുമായി മനസ്സിൽ കയറ്റിക്കൊണ്ട് ഞാൻ കണ്ണൂർ കണ്ണവങ്കാട്ടിൽ ഷൂട്ടിങ്ങിന് ചെല്ലുന്നു. അപ്പോൾ അന്ന് രാവിലെ സാറ് രാവിലെ തന്നെ സെറ്റിലേക്ക് വന്നില്ല. ത്യാഗരാജൻ മാഷിൻ്റെ അവിടെ. ത്യാഗരാജൻ മാഷിനോടും പറഞ്ഞു ആ മനോജനം കൊണ്ടൊന്ന് പൊക്കോളൂ, എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാനൊരു 10 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. 10 മണിയാകുമ്പോൾ സാർ എത്തുന്നു. ഞാനൊക്കെ 7:30 എണീറ്റ് പോയി. ത്യാഗരാജൻ മാഷും കുറേ തമിഴ്നാട്ടിലെ ഫൈറ്റേഴ്സും എല്ലാം കൂടെ വരുന്നു. ആ കണ്ണവങ്കാട്ടിലിട്ട് സാറ് വരുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ഓട്ടം ചാട്ടം മറ്റത് മരത്തെ 100 ആദിവാസിയില്ലേ, ട്രൈബലല്ലേ, വളരെ ഫ്രീ ആയിട്ട് ചെയ്യണമല്ലോ. കവുകയെന്ന് ചോർന്ന് വരുന്നു. എൻ്റെ കൈ ചേട്ടാ ഇവിടെ ഫുൾ ഒരഞ്ഞ് പറഞ്ഞ് സാറ് വരുമ്പോഴത്തേക്ക് എൻ്റെ ദേഹം മുഴുവൻ പൊട്ടി ചീറ്റി പറഞ്ഞിരിക്കുക. എനിക്ക് മനസ്സിലായി ഒരു ഷോട്ട് പോലും എടുത്തിട്ടില്ല. ഇതെന്നെ കൊണ്ട് പറ്റുന്ന റോഡല്ല, നടക്കില്ല. കൈതേരിയമ്പോ പിന്നെയും ഭേദമായിരുന്നു. കൈതേരിയമ്പോ കുതിരപ്പുറത്ത് വരുന്ന വിഷയമുള്ളായിരുന്നു. ഇത് അഭ്യാസമാണ്. കാട് ഇയാൾക്ക് കളിത്തൊട്ടിലാണെന്നാണ് MT സാർ എഴുതി വെച്ചിരിക്കുന്നത്. തലക്കൽ ചന്തുവിന് കാട് കളിത്തൊട്ടിലാണ് എന്നാണ് സ്ക്രിപ്റ്റില്. ചുമ്മാ പുല്ല് സർവത്ര അഭ്യാസം, വള്ളിയിലൊക്കെ പറന്നു വന്ന് അമ്പയുന്നത്. അങ്ങനെ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? എനിക്കതിനുള്ള കോൺഫിഡൻസും വരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ത്യാഗരാജൻ രാവിലെ വന്ന് ഇതെല്ലാം കാണിച്ച് എൻ്റെ കംപ്ലീറ്റ് കോൺഫിഡൻസും പോയി. ഞാൻ തീരുമാനം എടുക്കുന്നു. അസോസിയേറ്റ് ഡയറക്ടർ PRS ബാബു സാറിനോട് നേരിട്ട് പറയാൻ മടി. ഞാൻ പറഞ്ഞു ബാബുട്ടാ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എന്നെ ഒന്ന് ഒഴിവാക്കണം പ്ലീസ്, ഞാൻ പോകും. സാറിനോടൊന്ന് പറഞ്ഞു. നിങ്ങളെന്താ പറഞ്ഞു? നിങ്ങളെന്തിനാ പറ? അയ്യോ ഞാൻ പറയത്തില്ല, സാറിനെ അറിഞ്ഞൂടെ? അപ്പൊ സാറ് തെറിഞ്ഞു. എന്താ പ്രശ്നം? സാർ എന്നെ ഒന്ന് ഒഴിവാക്കിക്കൂടെ സാർ, എന്നെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? എന്താ ഒഴിവാക്കിക്കൂടെ എന്ന് സാർ? എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാർ, നല്ല കോൺഫിഡൻസ് ഇല്ല. എന്ത് പറ്റി നിങ്ങൾക്ക്? ഞാൻ സാർ ഇവിടെ രാവിലെ വന്നത് കണ്ടോ സാർ, ഞാൻ ഇങ്ങനെ കാണിക്കുക പിച്ചക്കാരനെ പോലെ. സാർ ഇത് കണ്ടോ സാർ? അല്ല അദ്ദേഹം മുഴുവൻ പറഞ്ഞു സാർ ഒരുപാട് പണിയുള്ളല്ലോ സാർ, ഒരുപാട് അഭ്യാസം ഇല്ലേ സാർ, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല, അതിനുള്ള ഫിസിക്കുണ്ടോ? ഇല്ല. നിങ്ങൾ ചുമ്മാരിക്കും മനോജ്, വേറെ വല്ലവരാണ് അവിടെ ഇങ്ങനെ പോകണമെന്ന് അവിടെ 1 കിലോമീറ്റർ അപ്പുറത്ത് കേട്ടാൽ അവിടെ നിന്ന് വണ്ടി കയറ്റി വിടും. അതാണ് സാറിന്റെ സ്വഭാവം. സാറൊക്കെ നമ്മളെ അതുപോലെ സ്നേഹിക്കും, മക്കളെ പോലെ കാണുന്ന സാർ ഇടയ്ക്ക് പറയാറുണ്ട്. അതുപോലെ സ്നേഹവും ആത്മാർത്ഥവും ഉള്ളതുകൊണ്ടാണ് സാർ പറഞ്ഞത് എവിടെ പോകുന്നു? എവിടെ പോകുന്നില്ല. നിങ്ങളെന്താണ് പറയുന്നത്? നിങ്ങളെ കുട്ടൻ നമ്പരാനാക്കിയ ആളാണ് ഞാൻ. തമാശ കളിക്കുന്ന നിങ്ങളിത് ചെയ്യും. ത്യാഗരാജൻ ചെയ്തൊക്കെ പോട്ടെ. ത്യാഗരാജനോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിലൂടെ നിങ്ങളെ കൊണ്ട് ജയിക്കാൻ. ത്യാഗരാജ മാഷിനെ കുറച്ച് ചീത്ത സാറ് പറഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, തമ്പുരാനാക്കിയ ആളാണ് നിങ്ങളിത് ചെയ്യും, നിങ്ങളത് പ്രൂവ് ചെയ്ത് കാണിക്കും. ഇവിടുന്ന് ഒരു സാറല്ലേ പറയുന്നത്. ചെയ്ത് ചേട്ടാ അതിനകത്തില്ലാത്ത ആർട്ടിസ്റ്റുകളില്ല. തിലകൻ ചേട്ടൻ, വേണുചേട്ടൻ, നമുക്ക് പറയേണ്ട ആവശ്യം. ഏക മെയിൽ ആർട്ടിസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് എനിക്ക്. അതാണ് എൻ്റെ ഗുരുനാഥൻ ഹരിഹരൻ സാർ. സംശയമില്ലാതെ